ഈ നടപടി ഒരു ആരോപണമുണ്ട്, അന്വേഷണമുണ്ട്, 2 വർഷമായി നടക്കുന്നു. ഈ 2 വർഷത്തിനിടെ പ്രത്യേകിച്ച് തെളിവൊന്നും അരവിന്ദ് കെജ്രിവാളിനെതിരെ കണ്ടെത്തിയതായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല. ED അത് പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊടുത്ത റിമാൻഡ് അപേക്ഷയിലാണ് കുറേ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ അതേക്കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം എന്ന് പറയുന്നൊരു പ്രതിപക്ഷത്തിൻ്റെ ഒരു സാന്നിധ്യം പോലും ഉണ്ടാവരുത് എന്ന നിർബന്ധത്തിലാണോ ഈ നടപടി? എനിക്ക് തോന്നുന്നു രാജീവ് പറഞ്ഞതിനാണ് അതിനകത്തൊരു കാര്യമുണ്ട്. കാരണം ഇപ്പോൾ ജനാധിപത്യം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് പാർട്ടികൾക്ക് റോളുണ്ട്. ഇന്ത്യ ബ്ലോക്ക് രൂപീകരിച്ച ആം ആദ്മി മറ്റ് പല പാർട്ടികളിൽ നിന്ന് പലതരത്തിലും യോജിപ്പ് രേഖപ്പെടുത്തി മാറി നിൽക്കാനൊക്കെ ശ്രമിച്ചത് ആം ആദ്മിയും DMK ഒക്കെ ഉറച്ചു നില നിൽക്കാൻ തയ്യാറായിരുന്നു. ഇന്ത്യ ബ്ലോക്കിൽ എല്ലാതരം വിട്ടുവീഴ്ചകളും ആം ആദ്മി പാർട്ടി അതിലേക്ക് വിട്ടുവീഴ്ചയ്ക്ക് പോലും തയ്യാറായിക്കൊണ്ട് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ശക്തമായിട്ട് അതിലേക്കൊരു പ്രതിപക്ഷ രൂപീകരണത്തിനുള്ള സാധ്യത ആം ആദ്മി, അതിപ്പോൾ ഇന്ത്യയിൽ ബൃഹത്തായ ഒരു പാർട്ടിയാണെന്ന്, പക്ഷേ അതിന് സ്വാധീന വലയങ്ങളുണ്ടല്ലോ, സ്വാധീന മേഖലകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിനകത്ത് പ്രതിപക്ഷ നിർമുക്തമായിട്ടുള്ള കോൺഗ്രസ് നിർമുക്തമെന്നതിനപ്പുറം പ്രതിപക്ഷത്തിൽ നിർമുക്തം, അല്ലെങ്കിൽ BJP തിരഞ്ഞെടുക്കുന്ന പ്രതിപക്ഷം, BJP നിർണ്ണയിക്കുന്ന പ്രതിപക്ഷം മതി എന്നൊരു തരത്തിലേക്ക് ഒരു രാഷ്ട്രീയത്തെ മുന്നിൽ കാണുന്നൊരു അവസ്ഥയുണ്ട്. ഇതിനൊപ്പം നമ്മൾ കാണുന്ന 400 സീറ്റാണ് പ്രധാനമന്ത്രിയും BJPയും തന്നെ ഔപചാരികമായിട്ട് പറയുന്ന കാര്യം. അത് നടക്കുമെന്നറിയില്ല, പക്ഷേ BJPയെ കുറിച്ച് ആശങ്കകളുണ്ട്. കാര്യം പല സ്ഥലങ്ങളിലും ഇലക്ഷൻ തിരിയാനും സാധ്യതയുണ്ട്. പ്രതി ഇന്ത്യ ബ്ലോക്കിൻ്റെ തരത്തിലുള്ള മാത്രമല്ല വേറെ തരത്തിൽ ഗവൺമെൻറ്റിനോടുള്ള അനുഭവത്തിലൊക്കെ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരിക്കണം, BJPക്ക് ഉണ്ടാവണം. മാത്രമല്ല ആ നിലയ്ക്കൊരു പ്രശ്നം നമ്മൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. പിന്നെ ദക്ഷിണേന്ത്യ തന്നെ വേറെ തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവണം എന്നുള്ളൊരു അനുഭവം നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ നിലയിലൊരു പ്രതിസന്ധി BJP അഭിമുഖീകരിക്കുന്നുണ്ട്. പറയുമ്പോൾ 400 സീറ്റ് എന്നൊക്കെ ഒരു അമിതാത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ലഭിക്കില്ല എന്നൊരു തോന്നലും അവർക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ സ്വാഭാവികമായിട്ടും ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊക്കെ ആം ആദ്മി പാർട്ടിയുടെ റോളും പ്രധാനമാണ്. അപ്പോൾ പ്രതിപക്ഷത്തെ ഏരിയയിൽ നിർവീര്യമാക്കാം. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷം നിർവീര്യമാക്കി വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളെ നിർവീര്യമാക്കിക്കൊണ്ട്, സാമ്പത്തികമായിട്ടും മറ്റു രീതിയിൽ നിർവീര്യമാക്കിക്കൊണ്ട് തന്നെയാണ് അതിന് എല്ലാ കാലത്തും ഈ സമഗ്രാധികാര ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തന്ത്രമാണത്. ഇപ്പോൾ നമ്മൾ കാണുന്നതിന് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നുള്ളത് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും വന്ന് പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയുന്ന കാര്യം. തെരഞ്ഞെടുപ്പിൽ പൈസ ഇല്ലെങ്കിൽ വലിയ തോതിൽ കോൺഗ്രസ് പ്രതിസന്ധിയിൽ പെടും. കാര്യം ഒരു ദേശീയ തലത്തിൽ മുഴുവൻ മത്സരിക്കുന്ന സമയത്ത് അവർക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ വലിയ തരത്തിലെ പ്രശ്നമാണ്. അതൊരു പഴയ ടാക്സ് പ്രശ്നം ഉന്നയിച്ചാണ് അടിയന്തരമായിട്ട് നടപടിയിലേക്ക് ഇൻകം ടാക്സ് വകുപ്പ് കിടക്കുന്നത്. മറുഭാഗത്ത് ED ഉപയോഗിച്ചുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു കേസിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിന് ഫണ്ട് വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനീഷ് സിസോദിയെ ആദ്യം, പിന്നീട് ജെയിനെയും, പിന്നീട് അവരുടെ MPA സഞ്ജയ് സിംഗിനെയും പലതവണയും എന്താ പറയുക കെജ്രിവാളിൻ്റെ ഒരു ടാർഗറ്റ് ശ്രമിച്ചെങ്കിലും അതിന് പക്ഷേ അവസാന ഇലക്ഷൻ സമയത്ത് അവർക്ക് ഇതൊരു മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതിൻ്റെ കാരണം ഈ നിലയ്ക്ക് രാജീവ് സൂചിപ്പിച്ച പോലെ തന്നെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞ പോലെ ഇതിൽ ആം ആദ്മി പാർട്ടിയാണ് പ്രതിസന്ധിയിലാക്കുന്നത്. അപ്പോൾ അപ്പോൾ വളരെ ചെറിയ നേതൃത്വമാണ് അവർക്കുള്ളത്, ബൃഹത്തായ നേതൃത്വമില്ല. അപ്പോൾ ആ നേതൃത്വം ജയിലിലാക്കിയാൽ തന്നെ വേറെ തരത്തിൽ പ്രവർത്തനങ്ങളെ ബാധിക്കും, തീരുമാനമെടുക്കുന്നതിൽ ബാധിക്കും, ചിലതിൽ വൈകൽ വരും. ഒപ്പം തന്നെ പാർട്ടിയെ തന്നെ നാളെ ഈ കേസ് ഒരു പ്രതിസ്ഥാനത്ത് വരികയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചാൽ പാർട്ടി കാൻഡിഡേറ്റുകളെ തന്നെ അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യത ഉണ്ടാക്കും. അപ്പോൾ ആ നിലയിൽ പ്രതിപക്ഷത്തിനെ ഇല്ലാതാക്കുന്നൊരു ജനാധിപത്യ വിരുദ്ധമായ നീക്കത്തിലേക്ക് ഇത് മാറാനുള്ള സാധ്യത വലുതാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പൊതുവെ ചാനലുകളൊക്കെ ചർച്ച ചെയ്തൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇത് BJP ബാധിക്കുന്നൊരു ചോദ്യം. കാര്യം ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരെ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നു. തീർച്ചയായും ഡൽഹി, ഹരിയാനയിലൊക്കെ സ്വാധീനമുള്ള പാർട്ടിയിലേക്ക്, പഞ്ചാബിൽ സ്വാധീനമുള്ള പാർട്ടിയിലേക്ക് ഇത് ചിലപ്പോൾ പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ കാൻഡിഡേറ്റുകൾ ഗുണം ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്ക് തന്നെ ഗുണം ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇത്തരം സ്ട്രാറ്റജികളെക്കുറിച്ചല്ല നമ്മൾ അത്തരം ആഖ്യാനങ്ങൾ പോസിബിളാണ്. BJP ഗുണം ചെയ്യുന്നു, അല്ലെങ്കിൽ BJPക്ക് അവരുടെ അജണ്ടകളൊക്കെ തന്നെ രാമക്ഷേത്രമാണെങ്കിലും CA ആണ് വേണ്ട പോലെ ഏഷ്യയിൽ, അതുകൊണ്ട് ഇത്തരം നടപടികളിൽ കടക്കേണ്ടി വന്നുള്ളൊരു വേറെ തരത്തിലൊരു നെഗറ്റീവ് ഉണ്ട്. ഈ നെഗറ്റീവൊക്കെ ശരിയാവാം, തെറ്റാവാം. പക്ഷേ ജനാധിപത്യം നേരിടുന്ന പ്രശ്നമാണ് നമ്മൾ ഗൗരവമാക്കേണ്ടത്. കാര്യം സ്ട്രാറ്റജികളും തന്ത്രങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ പലതരത്തിൽ ആവശ്യപ്പെടും, നടപ്പാക്കും, അവരതിനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടും. ഇതൊന്നും തന്നെ ജനാധിപത്യത്തിന് സമ്പുഷ്ടീകരിക്കുകയോ ഇല്ലയോ എന്നുള്ള നമ്മൾ ചോദ്യം. ഇവിടെ ജനാധിപത്യത്തിനെ സംബന്ധിച്ചുള്ളത് വലിയ തരത്തിൽ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇതിലെന്തുകൊണ്ടാണെന്നല്ല അരവിന്ദ് കെജ്രിവാൾ പ്രശ്നത്തിൽ ഇതിലേക്ക് സുപ്രീം കോടതി വലിയ ഗൗരവത്തോടെ കണ്ടില്ല എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യം. ഒരു ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി ഒരു അടിയന്തരമായൊരു പ്രശ്നം വരുന്ന സമയത്ത് അത് കേൾക്കേണ്ടത് ഒരു ശരിയായ രീതിയാണെന്ന് നമുക്ക് പറയാവുന്ന